എല്ലാവർക്കും നമസ്കാരം. മഴ തോരും മുമ്പേയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അങ്ങനെ നമ്മുടെ ശിവേട്ടനും രാജീവേട്ടനും കൂടി എന്തെല്ലാം പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയിട്ട് നമ്മുടെ വൈജയന്തി അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. അങ്ങനെ അപ്പോൾ രാജീവേട്ടനും ശിവേട്ടനും പറയുന്നുണ്ട്, ഇനി നീയായി നിൻ്റെ പാടായി, നിൻ്റെ കരച്ചിലും പിഴിച്ചിലൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ കിട്ടിയ ഫ്ലൈറ്റും പിടിച്ചിട്ട് ഇവിടെ വന്നത്. ഇപ്പോൾ ഞങ്ങൾ എന്ത് പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലാവുന്നില്ല വൈജെ. എന്നാൽ പിന്നെ നീയായി നിൻ്റെ പാടായി, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഇനി ഞങ്ങളെ ഒന്നും വിളിക്കേണ്ട, ഞങ്ങളിതാ ഇപ്പോൾ ഞാൻ നാളെ തിരിച്ചു പോവും, കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ശിവേട്ടനും തിരിച്ചു പോവും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയും, നിൻ്റെ മക്കളെ ഞങ്ങളിതാ കടപ്പാട്ടൂരേക്ക് കൊണ്ടേ ആക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേക്കുന്ന വൈജി ചോദിക്കുന്നുണ്ട്, അവരെന്തിനാ അവിടെ കൊണ്ടുവന്നാക്കിയത്? ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോകുന്നത് അവിടേക്കൊന്നും അല്ല. അയാളിപ്പോൾ കൊണ്ടുവന്ന് എഴുതിയിട്ടുണ്ടല്ലോ ഒരുത്തീനെ അവിടെ, അവളുള്ള വീട്ടിലേക്ക് ഇനി ഞാൻ എന്തായാലും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേക്കുന്ന ശിവേട്ടൻ പറയുന്നുണ്ട്, നീ ആരാണെന്ന് നീ എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കിയിട്ട് വേണം വൈജി നീ ഇതൊക്കെ സംസാരിക്കാനായിട്ട്. എന്തിനാ നിങ്ങളെല്ലാവരും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഞാൻ ആരെങ്കിലും അങ്ങനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിട്ടുണ്ടോ ഇന്നേവരെ? ഇല്ലല്ലോ. ഇതിപ്പോൾ മോളാണെന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയി താമസിപ്പിച്ചേക്കോ ഒരുത്തീനെ. എനിക്കൊന്നും ഇത് കണ്ടുകൊണ്ടൊന്നും ആ വീട്ടിൽ നിൽക്കാൻ പറ്റുമൊന്നുമില്ല എന്ന് പറയും നമ്മുടെ വൈജ. അങ്ങനെ ശിവനും രാജുവേട്ടനും കൂടി എന്നാൽ ശരി, പിന്നെ ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. ഒരു കാര്യം, നീ ആ ഹോസ്പിറ്റൽ ബില്ല് കൊടുക്കാൻ മറക്കണ്ട. നീ എന്തായാലും കടപ്പാട്ടൂരേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പിച്ചല്ലോ അല്ലേ? എന്നാൽ പിന്നെ ആ ബില്ല് എന്തായാലും ബാലേന്ദ്രന് കൊടുത്തേക്ക്. എന്നാൽ ശരി, ഞങ്ങൾ പോവാം എന്നും പറഞ്ഞിട്ട് അവർ പോകും കേട്ടോ. അപ്പോൾ വൈജയന്തി ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അധികം പുള്ളിക്കാരത്തിക്ക് വലിയ സംസാരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. പതുക്കെയൊക്കെയാണ് പറയുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ഒന്നല്ല പുള്ളിക്കാരത്തി പറയുന്നത്. പുള്ളിക്കാരത്തിക്ക് ശരിക്കും സംസാരിക്കാനൊന്നും വയ്യ. പുള്ളിക്കാരത്തി പതുക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ അപ്പോൾ കടപ്പാട്ടൂർ അവിടെ ബാലേന്ദ്രനും ഒരു പേപ്പറൊക്കെ വായിച്ചിരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് കൃഷ്ണ അവിടെ ഇരുന്നിട്ട് പഠിക്കാനുള്ളതൊക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ കോഫി ആയിട്ട് നമ്മുടെ അലീന വരുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേർക്കും കൊടുത്തിട്ട് അവളും അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എന്താ മോളെ എന്ന് പറഞ്ഞാൽ ഇരിക്കുമെന്നും പറഞ്ഞിട്ട് ബാലേന്ദ്രമേനൻ ന്യൂസ് പേപ്പറിൻ്റെ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മുടെ അലീനയ്ക്കും കൊടുത്തിട്ട് നീയും വായിക്കുമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് കുറച്ച് കാര്യം അച്ഛനോടൊന്ന് പറഞ്ഞ് ചോദിച്ച് സമ്മതമൊക്കെ വാങ്ങിക്കാനുണ്ട്. അതിനാണ് പുള്ളിക്കാരത്തി അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛാ ഞാനൊന്ന് രേവതീനെ കാണാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം എന്തിനാ ഇപ്പോൾ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛാ ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, ഹോസ്പിറ്റലിലാണെങ്കിൽ എന്നെ നിർത്തുന്നുമില്ല. അപ്പം ഞാനെന്നാൽ ഒന്ന് രേവതിയുടെ അടുത്ത് പോയി വന്നോട്ടെ, പിന്നെ എനിക്ക് ചിന്നുവിനെ ഒന്ന് കാണാൻ പോകണം എന്ന് പറയുന്നുണ്ട്. ഓ അങ്ങനെ, എന്നാൽ പിന്നെ എപ്പോഴാ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പോവാലോ എന്ന് പറയുന്നുണ്ട് അലീന. ഞാൻ 2 ദിവസം നാളത്തെ കഴിഞ്ഞിട്ട് ഞാൻ പോവച്ചാ എന്ന് പറയും. എന്നാൽ ശരി, എന്നാൽ മോള് പൊക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നേരെ തിരിച്ചൊരാളുണ്ടല്ലോ, നമ്മുടെ മനുവിനിപ്പോൾ വലിയ ഉറക്കമൊന്നുമില്ല കേട്ടോ. മനു ഇങ്ങനെ ഉറക്കം വരാതെ ഫോണിൽ നമ്മുടെ അലീനയുടെ പിക്കെടുത്ത് ഇങ്ങനെ ആസ്വദിച്ച് കിടക്കുകയാണ്. ഇരുന്ന് കണ്ടിട്ടും മതിയാവുന്നില്ല, കിടന്ന് കണ്ടിട്ടും മതിയാവുന്നില്ല. ഇങ്ങനെ സൂം ചെയ്ത് നോക്കുന്നു, ഒന്നും പറയണ്ട. മനു ആകെ എന്താ പറയുക, അലീനയെ ഓർത്ത് ഇങ്ങനെ ഉറക്കമില്ലാതിരിക്കുക. അങ്ങനെ അപ്പം മനു വിചാരിക്കുകയാണ്, ഒന്ന് വിളിച്ചാലോ എന്ന് വിചാരിച്ച് വേഗം അലീനയുടെ നമ്പർ എടുത്ത് വിളിക്കുകയാണ്. അപ്പോൾ അലീന അടുക്കളയിലായിരിക്കും, സ്വാഭാവികം, പുള്ളി അവിടെ തന്നെയാണല്ലോ. അവിടെ നിന്നിട്ട് അപ്പോൾ കോൾ വരുമ്പോൾ വേഗം അലീന കോൾ എടുക്കും. നോക്കുമ്പോൾ മനുവാണ്. അപ്പോൾ വേഗം ചിരിച്ചിട്ട് ഹലോ മനുവേട്ടാ എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, നീ എന്തെടുക്കുമായിരുന്നു? ഞാനിവിടെ ഫോൺ ചെയ്യണു. അതല്ല ഞാൻ ചോദിച്ചേ, നീയേ ഈ ഫോൺ ചെയ്യുന്നതിന് മുമ്പ് അവിടെ എന്തെടുക്കായിരുന്നു? ഞാനിവിടെ അടുക്കളയിൽ. എൻ്റെ പൊന്നലീനെ, നിനക്ക് ഇതുവരെയായിട്ട് അതിൽ നിന്നൊരു മോചനം കിട്ടിയില്ലേ? പിന്നെ കിട്ടുമല്ലോ. ഞാൻ ഇപ്പോൾ ഈ അടുക്കളയിൽ നിന്ന് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മോചനം കിട്ടുമ്പോൾ ഞാൻ കുളിക്കാൻ പോകും. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞ് മോചനം കിട്ടുമ്പോൾ ഞാൻ അവിടെ പോയിരുന്ന് ഫുഡ് കഴിക്കും. അതും കഴിഞ്ഞ് മോചനം കിട്ടുമ്പോൾ ഞാൻ അച്ഛൻ്റെയും കൃഷ്ണമോളുടെയും അടുത്ത് പോയിരുന്ന് സംസാരിക്കും. അലീനെ, ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് തരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അവിടെ ഉണ്ടായിരുന്നെങ്കിലേ നിൻ്റെ ചെവി പിടിച്ച് കറക്കിയേനെ. അല്ല, മനുവേട്ടനിപ്പോൾ എവിടാ? ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ബെഡ്റൂമിൽ ഇങ്ങനെ കിടക്കുക. എന്ത് പറയാനാ, മര്യാദക്ക് ബാംഗ്ലൂർ ജോലി ചെയ്തിരുന്ന ഞാനിപ്പോൾ
എന്താ പറയുക, ആ ജോലിയും കളഞ്ഞ് ഇവിടെ ടെക്നോ പാർക്ക് ഇൻഫോ പാർക്കിൽ വന്ന് ജോലിയും വാങ്ങിച്ച് 2 മാസം കൂടി വന്നിരുന്നതാ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ. ഇപ്പോൾ ആഴ്ചയിലും വീട്ടിലേക്ക് വരലായി. ആ, ഒരാൾ കാരണമാ ഇതൊക്കെ ഇപ്പം അനുഭവിക്കുന്നത് ഞാൻ. എങ്ങനെ നടന്ന ഞാനാ. അതാരാ മനുവേട്ട ആ ഒരാൾ? ആ, ആളിപ്പോൾ കടപ്പാട്ടൂരുണ്ട്. അതെന്താ മനുവേട്ടാ, ഇപ്പോൾ കടപ്പൂട്ടുകാരോടാണോ ഇപ്പോൾ കൂടുതൽ അടുപ്പം? ഓ, പിന്നല്ല. അച്യുതണ്ട് ഇപ്പോൾ കടപ്പാറ്റൂരിലാണല്ലോ. ആ, അച്യുതണ്ടിനെ ചുറ്റിയല്ലേ ഈ ഭൂമിയൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുന്നേ. അത് വേറെ ആരുമല്ല, നീയാ എൻ്റെ അലീന എന്ന് പറയുന്നുണ്ട് മനു. അങ്ങനെ അതൊക്കെ കേട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് അലീന. അങ്ങനെ അലീന പറയുന്നുണ്ട്, മനുവേട്ടാ ഞാൻ 2 ദിവസം കഴിയുമ്പോൾ ഒന്ന് രേവതീനെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. ആണോടി? ഞാനും പോകുന്നുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ ജോലിക്കായിട്ട് എറണാകുളത്തേക്ക് പോകുന്നുണ്ട്. ഞാൻ കൊണ്ടുവിടാം നിന്നെ. അയ്യോ, അത് വേണ്ട, ഞാനില്ല. അതെന്താ? ഞാൻ നിന്നെ കൊണ്ടുപോയാൽ? നീയേ, നിനക്ക് കോംപ്ലക്സ് ആണ് അലീന. നീയേ ഒരു കാര്യം മനസ്സിലാക്കണം. നീയേ ബാലചന്ദ്രൻ്റെ വീട്ടിലെ അടുക്കളക്കാരിയല്ല, എൻ്റെ അച്ഛൻ്റെ പെങ്ങടെ മോളാണ് നീ. പിന്നെന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നേ? അതല്ല മനുവേട്ടാ, ഞാനിപ്പോൾ അങ്ങനെ മനുവേട്ടൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അഹങ്കാരം കാണിച്ചു എന്ന് പറയില്ലേ എല്ലാവരും? ആരെല്ലാവരും എൻ്റെ അലീന? കൃഷ്ണമോളോ? നീ എൻ്റെ കൂടെ വരുന്ന കണ്ടാൽ അവൾ കൈ കൊട്ടി പൊട്ടിച്ചിരിക്കും. പിന്നെ ആര്? ബാലേന്ദ്രൻ അങ്കിളോ? അങ്കിളാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കത്തേ ഉള്ളൂ. ആദ്യം നീ നിൻ്റെ കോംപ്ലക്സ് ഒക്കെ മാറ്റി. എന്നാൽ ശരി, ഞാൻ വെക്കുക എന്നും പറഞ്ഞ് മനു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് അലീന ഒരു കടയിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ നിൽക്കുക കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബില്ലൊക്കെ കൊടുക്കാൻ നേരത്ത് പറയുന്നുണ്ട് അലീന. കടയിലെ ചേട്ടനോട് പറയും, ചേട്ടാ ബില്ലൊന്ന് കുറച്ച് ഡിസ്കൗണ്ടൊക്കെ ഒന്ന് ഇട്ട് തന്നോട്ടോ. ഇതേ അനാഥ മന്ദിരത്തിലേക്കുള്ളതാ. ആണോ? ഏത് അനാഥ മന്ദിരത്തിലേക്കാ മോളെ? സ്നേഹക്കൂടാരം കേട്ടിട്ടില്ലേ? ആ, ഓ, അവിടത്തേക്കാണോ മോൾ? അവിടത്തെയാണോ? അല്ല, ഞാനൊന്ന് ഇതാ അവിടത്തേക്ക് കൊടുക്കാൻ പോവാ. ഓ, അങ്ങനെയാണോ? ആ, ശരി മോളെ. അങ്ങനെ ആ ചേട്ടൻ തന്നെ ഒരു ഓട്ടോ ഒക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഷാജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓട്ടോക്കാരനാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ പുള്ളി നമ്മൾ അലീനയെ നോക്കുന്നതൊക്കെ ഒരു വല്ലാത്തൊരിതിലാണ്. അതായത് നമുക്ക് പുള്ളിയെ ഒരു നെഗറ്റീവായിട്ടാണ്, ഒരു എന്താ പറയുക, അങ്ങനെ തോന്നുന്ന രീതിയിലാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. പക്ഷേ ഒന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ ട്വിസ്റ്റ് ആവാനും മതി. ഭാവിയിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അലീനയുടെ രക്ഷകനായിട്ട് മാറാനും മതി ഈ ഷാജി. അങ്ങനെ ഷാജി വരുന്നുണ്ട്. ഷാജി വന്നിട്ട് അപ്പോൾ ഇതാ ഈ കൊച്ചിനെ ഒന്ന് സ്നേഹകൂടാരം അനാഥ മന്ദിരത്തിലേക്ക് ഒന്ന് കൊണ്ടേയാക്കുമെന്ന് പറയുന്നുണ്ട് നമ്മുടെ കടയിലെ ചേട്ടൻ. അപ്പോൾ അലീന ചേട്ടാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഇതൊന്ന് കയറ്റാൻ സഹായിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേ, ഇത് ലോഡ് കൊണ്ടുപോകാനുള്ള വണ്ടിയല്ല, ഇത് ആൾക്കാരെ കയറ്റുന്ന വണ്ടിയാണ് എന്നൊക്കെ നമ്മുടെ ഷാജി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന ചോദിക്കും, ചേട്ടാ ഇതൊന്ന് കയറ്റി വയ്ക്കാൻ സഹായിക്കുമോ, വണ്ടിയിൽ എടുത്തു വയ്ക്കാൻ സഹായിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനിങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന കാണുമ്പോൾ നമ്മുടെ കടയിലെ ചേട്ടൻ പറയും, എടാ ഒന്ന് സഹായിച്ചു കൊടുക്കടാ, ആ കൊച്ച് അവിടേക്ക് കൊണ്ടുപോകുന്നതായി സാധനങ്ങൾ എന്നൊക്കെ പറയും. അങ്ങനെ ഓ എന്ന് പറഞ്ഞിട്ട് ഷാജി എടുത്തു വയ്ക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ അലീന ചോദിക്കും, ചേട്ടാ അവിടം വരെ എത്രയാ? 250. പിന്നെതാ ഈ ലോഡിങ്ങൊക്കെ ഇല്ലേ, അതിൻ്റെ ഒന്നും ഞാൻ കൂട്ടുന്നില്ല. ഇതൊന്നൊട്ടും കൂടുതലും അല്ല, വെയിറ്റിംഗ് ഒക്കെ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഷാജി. ഓ ചേട്ടാ, ഒരു 10 രൂപയൊക്കെ ഒന്ന് കുറച്ച് തന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അലീന. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ കൃഷ്ണയും ബാലേന്ദ്രനും കൂടി നമ്മുടെ വൈജയനെ കയറി കാണുകയാണ്. അപ്പോൾ വൈജ അധികം സംസാരിക്കാനൊന്നും വയ്യാത്ത അവസ്ഥയിലാണ് അവിടെ കിടക്കുന്നത്. എങ്കിൽ പോലും കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ വന്നേ? നീ ഇന്ന് പഠിക്കാനൊന്നും പോയില്ലേ? അപ്പോൾ ചോദിക്കുന്നുണ്ട്, അമ്മ ഇങ്ങനെ കിടക്കുന്ന കാണാൻ വന്നതാ എന്നൊക്കെ കൃഷ്ണൻ പറയുന്നുണ്ട്. ഓ, നിനക്കതിന് എന്നെയൊക്കെ കാണുന്നത് എന്തിനാ? അവിടെ കാണാനായിട്ട് ഒരുത്തി ഉണ്ടല്ലോ, നീയൊക്കെ അവളെയല്ലേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വൈജയന്തി. അപ്പോൾ ഇതിയേക്കുന്ന കൃഷ്ണ ചോദിക്കുന്നുണ്ട്, ഓ വയ്യാതെ കടന്നാലും അമ്മയുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ല അല്ലേ അമ്മേ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് നമ്മുടെ വൈജയന്തി ബാലചന്ദ്രന് ഒരു ബ്രൗൺ കവറൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ, അതാ ഇവിടുത്തെ ബില്ലാണ്, ഞാൻ എന്തായാലും ഡിസ്ചാർജ് ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിലേക്കല്ല വരുന്നത്,
ഞാനേ വീടെടുത്ത് മാറാനതാ ഫാമിലി കോർട്ടിലേക്ക് പോകുന്നത്, വീടെടുത്ത് മാറുകയും ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും അവിടെ വന്ന് താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആഹാ ഓ ആണോ, ആഹാ ഇത് മാത്രം പോരല്ലോ വൈജയേ, ഇത് ഹോസ്പിറ്റലിലെ ബില്ല് മാത്രമല്ലേ ആവുന്നുള്ളൂ. ഇവിടെ ബൈസ്റ്റാൻഡറായിട്ട് എൻ്റെ 2 പെങ്ങന്മാരല്ലേ നിർത്തിയിരുന്നത്, അവർക്കും വേണം 25,000 രൂപ. പിന്നെ ഗംഗാധരനും കൊടുക്കണം 25,000 രൂപ. ഓ അതെല്ലാം ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇനി എനിക്ക് ബൈസ്റ്റാൻഡറായിട്ട് ആരെയും നിർത്തണ്ട, ഞാൻ ഒരാളെ നിർത്തുന്നുണ്ട്. എനിക്ക് ആരുടെയും ഔദാര്യമൊന്നും വേണ്ട, ആരും സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല, എനിക്ക് ഒറ്റക്കെല്ലാം ചെയ്യാൻ അറിയാം എന്ന് പറയുന്നുണ്ട് നമ്മുടെ വൈജ. അപ്പം ഇത് കേൾക്കുന്ന ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, വൈജയെ നിന്റെ സ്വഭാവത്തിനും അഹങ്കാരത്തിനും യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. കാരണം എന്താണെന്നറിയോ, നീയേ ജനിച്ചപ്പോൾ നിന്റെ കൂടെ തന്നെ ജനിച്ച സംഭവം 2 സാധനം ഇതൊക്കെ, അഹങ്കാരവും ഇതൊക്കെ നിന്റെ കൂടപ്പുറപ്പാണ്. അതെന്തായാലും നീ അത് മാറാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇതിനെല്ലാം ഒരു സമയം വരും, നീ അത് കാത്തിരുന്നോ. നീയേ എന്നെ അളക്കാനായിട്ടില്ല വൈജയെന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. അപ്പോൾ അലീനയുടെ പുതിയ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.